സ്നോ വൈറ്റും 7 കുള്ളന്മാരും. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജ്ഞി ജനലരികിൽ ഇരുന്ന് തുന്നുകയായിരുന്നു. നല്ല മഞ്ഞുവീഴ്ചയായിരുന്നു. അത് ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. തയ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂചി കൊണ്ട് രാജ്ഞിയുടെ വിരൽ മുറിഞ്ഞു. അങ്ങനെ തുള്ളി ചോര മഞ്ഞിൽ വീണു. അപ്പോൾ രാജ്ഞി ചിന്തിച്ചു, എനിക്ക് മഞ്ഞുപോലെ വെളുത്തതും രക്തചുവപ്പുള്ള ചുണ്ടും ഇടതൂർന്ന മുടിയും ഉള്ള ഒരു സുന്ദരിയായ മകൾ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ അവളുടെ ആഗ്രഹം സാധിച്ചു. അവൾക്ക് സുന്ദരിയായ ഒരു മകൾ ജനിച്ചു. അവർ അവളെ സ്നോ വൈറ്റ് എന്ന് വിളിച്ചു. മകൾ ജനിച്ചതും രാജ്ഞി മരിച്ചു. രാജാവ് പെട്ടെന്ന് തന്നെ വേറെ വിവാഹം കഴിച്ചു. പുതിയ രാജ്ഞി വളരെ സുന്ദരിയായിരുന്നു, പക്ഷേ മുഷ്ടിയുമായിരുന്നു. മറ്റൊരു അവളേക്കാൾ സുന്ദരിയാവുന്നത് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. അവൾക്ക് ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ടായിരുന്നു. എന്നും അതിനോട് അവൾ ചോദിക്കും, സത്യം മാത്രം പറയും കണ്ണാടി, ആരാണ് ലോകത്ത് ഏറ്റവും സുന്ദരി? കണ്ണാടി അപ്പോൾ പറയും, റാണി, ആരെക്കാളും താങ്കളാണ് സുന്ദരി. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഓരോ ദിവസം തോറും കഴിയുന്തോറും സ്നോ വൈറ്റ് സുന്ദരിയായി വന്നു. ഒരു ദിവസം രാവിലെ രാജ്ഞി തന്റെ മാന്ത്രിക കണ്ണാടിയോട് ചോദിച്ചു, സത്യം മാത്രം പറയും കണ്ണാടി, ആരാണ് ഈ ലോകത്തെ ഏറ്റവും സുന്ദരി? താങ്കൾ സൗന്ദര്യ റാണിയാണെന്ന് സത്യമാണ്, പക്ഷേ സ്നോ വൈറ്റ് നിങ്ങളെക്കാൾ അതിസുന്ദരിയാണ്. കണ്ണാടി പറഞ്ഞ റാണിക്ക് ദേഷ്യവും അസൂയയും വന്നു. സ്നോ വൈറ്റിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഒരു വേട്ടക്കാരനെ വിളിപ്പിച്ചു. കൊടുങ്കാറ്റിൽ വെച്ച് അവളെ കൊല്ലാൻ തീരുമാനിച്ചു. കൊന്നതിനു ശേഷം അവളുടെ ഹൃദയം എടുത്തിട്ട് വരാൻ പറഞ്ഞു. വേട്ടക്കാരൻ അവളെയും കൂട്ടി ഉൾക്കാട്ടിലേക്ക് പോയി. കത്തിയെടുത്ത അയാൾക്ക് അവളെ കൊല്ലാൻ കഴിഞ്ഞില്ല. എന്നെ കൊണ്ട് നിന്നെ കൊല്ലാൻ കഴിയില്ല, കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും പറ്റില്ല. നീ ഓടി രക്ഷപ്പെട്ടോ? അവൻ സ്നേഹത്തോടെ സ്നോ വൈറ്റിനോട് പറഞ്ഞു. അവൻ സ്നോ വൈറ്റിനെ കാട്ടിൽ ഉപേക്ഷിച്ചു. പോകുന്ന വഴിക്ക് ഒരു മാനിനെ കൊന്ന് അതിന്റെ ഹൃദയം രാജ്ഞിക്ക് സമർപ്പിച്ചു. രാജ്ഞി സ്നോ വൈറ്റ് ആണെന്ന് കരുതി. പാവം സ്നോ വൈറ്റ് ആ കൊടുങ്കാറ്റിൽ ഭയന്നു വിറച്ചു. അവൾ മരം കൂട്ടങ്ങളിലൂടെ പോകുന്ന കാട്ടുമൃഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ അവളെ ഒന്നും ചെയ്തില്ല. രാത്രി സ്നോ വൈറ്റ് ഒരു തെളിഞ്ഞ പ്രദേശത്ത് എത്തി. അവിടെ ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു. അവൾ ജനാലിൽ മുട്ടി. ആരും തുറന്നില്ല. എന്നിട്ട് വാതിൽ മുട്ടി നോക്കി. അത് തുറന്നു വന്നു. അവൾ അകത്ത് കയറി. അകത്ത് കയറിയതും ഒരു ചെറിയ മുറി കണ്ടു. ആ മുറിയിൽ ഒരു മേശയും 7 കസാരയും ഉണ്ടായിരുന്നു. മേശക്ക് മുകളിൽ 7 ഗ്ലാസും 7 പാത്രങ്ങളും 7 സ്പൂണും. അത് 7 കുള്ളന്മാരുടെ വീടായിരുന്നു. പർവ്വതങ്ങളിൽ നിന്ന് സ്വർണം കുഴിച്ചെടുക്കുകയായിരുന്നു അവർ. സ്നോ വൈറ്റ് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൾ എല്ലാ പാത്രത്തിൽ നിന്നും കുറച്ചെടുത്ത് കഴിച്ചു. എന്നിട്ട് എല്ലാ ഗ്ലാസ്സിൽ നിന്നും പാലും എടുത്ത് കഴിച്ചു. എന്നിട്ട് പടി കയറി മുകളിലേക്ക് പോയി. അവിടെ ചെന്ന ചെറിയ 7 കട്ടിലുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കട്ടിൽ കയറി കിടന്നവൾ സുഖമായി ഉറങ്ങി. ആകാശത്ത് നിലാവ് ഉദിച്ചതും കുള്ളന്മാർ തിരിച്ചെത്തി. കോടാലിയും മണ്ണുപെട്ടിയും തോളിലെത്തി സ്വർണത്തെ സഞ്ചിയിലാക്കി തുകൽ നാണൽ അരയിൽ കെട്ടി വീട്ടിലേക്ക് വന്നു. കഴിക്കാൻ വേണ്ടി മേശമേൽ ദീപം കൊളുത്തിയപ്പോഴാണ് വീടിനുള്ളിൽ ആരോ വന്നിട്ടെന്ന് അവർക്ക് മനസ്സിലായി. ആരാണ് നമ്മുടെ ഭക്ഷണമെല്ലാം കഴിച്ചത്? അതെ അതെ, ആരോ കഴിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞു. എന്നിട്ട് പടി കയറി കിടപ്പുമുറിയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അതാ സ്നോ വൈറ്റ് അവളുടെ കട്ടിൽ കിടന്നുറങ്ങുന്നു. പറയൂ, ആരാണ് ഈ കൊച്ചു സുന്ദരി? ആരായിരിക്കും ഈ അത്ഭുത പെൺകുട്ടി? അവർ തമ്മിൽ അത്ഭുതത്തോടെ സംസാരിച്ചു. അപ്പോഴേക്ക് സ്നോ വൈറ്റ് ഉണർന്നു. അവൾ അവിടെ കഥയും പറഞ്ഞു. കുള്ളന്മാർക്ക് അവളോട് അലിവ് തോന്നി. സ്നോ വൈറ്റ് അവൾ പറഞ്ഞു അവരോടൊപ്പം താമസിച്ച് വീടും പരിപാലിച്ചു കൊള്ളുവാൻ. അതുകൂടാതെ ആര് വന്നാലും വാതിൽ തുറക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു. എന്തെന്നാൽ അവർ മലയിലേക്ക് പോകുമ്പോൾ ആ ദുഷ്ടരാജ്ഞി വീണ്ടും വന്ന് അവളെ കൊന്നുകളയുമോ എന്നവർ ഭയന്നു. അങ്ങനെ സ്നോ വൈറ്റ് അവരുടെ വീട്ടിൽ താമസിച്ചു. അവർക്ക് വേണ്ടി മെത്ത ഒരുക്കി, തറ തുടച്ചു, പാചകം ചെയ്തു. അവരോടൊപ്പം സന്തോഷത്തോടെയായിരുന്നു.
എല്ലാത്തിനുപരി തന്റെ രണ്ടാനമ്മയെ കുറിച്ച് കാര്യങ്ങൾ അവൾ മറന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം രാജ്ഞി അവളുടെ മാന്ത്രിക കണ്ണാടി വീണ്ടും ചോദിച്ചു, സത്യം മാത്രം പറയും കണ്ണാടി, ആരാണ് ഈ ലോകത്തെ ഏറ്റവും സുന്ദരി? മറ്റാരേക്കാളും താങ്കളാണ് സുന്ദരി. മുമ്പ് പറഞ്ഞതുപോലെ സ്നോവൈറ്റ് താങ്കളെക്കാളും വലിയ സുന്ദരിയായിരിക്കുകയാണ്. ഒരു വനത്തിൽ പൊക്കമില്ലാത്ത മനുഷ്യരുടെ കൂടെ കൊച്ചു വീട്ടിലാണ് സ്നോവൈറ്റ് താമസിക്കുന്നത്. കണ്ണാടി പറഞ്ഞത് കേട്ട് രാജയുടെ മുഖം ഇരുണ്ടു. വേട്ടക്കാരൻ തന്നെ പറ്റിച്ചെന്ന് രാജയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് സ്നോവൈറ്റ് തന്റെ കൈകൊണ്ട് കൊന്നു കളയാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വ്യാപാരം ചെയ്ത സ്ത്രീയായി വേഷം മാറി കാട്ടിലുള്ള കുള്ളന്മാരുടെ വീട്ടിലെത്തി. ആ സമയം സ്നോവൈറ്റ് ജനലിലിരുന്ന് കുള്ളന്മാരുടെ കുപ്പായം തുന്നുകയായിരുന്നു. ജനലിലെത്തിയതും രാജ്ഞി തന്റെ ശബ്ദം മാറ്റി ഉറക്കെ പറഞ്ഞു, വരൂ വരൂ, ബട്ടനും ലേസും ഒക്കെ വാങ്ങൂ. ഇതൊക്കെ നിനക്ക് നന്നായി. എന്തെങ്കിലും ഭംഗിയുള്ളത് വാങ്ങണമെന്ന ആഗ്രഹത്താൽ സ്നോവൈറ്റ് കുള്ളന്മാർ പറഞ്ഞ മറന്നുപോയി. വാതിൽ തുറന്നു ഓടി. നിന്റെ കുപ്പായത്തിലുള്ള ലേസ് ശരിയായിട്ടില്ല കുഞ്ഞേ, ഞാൻ ശരിയാക്കി തരാം എന്ന് രാജി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ രാജ്ഞി സ്നോവൈറ്റ് ഉടുപ്പിലെ ലേസ് വലിച്ചു മുറുക്കാൻ തുടങ്ങി. സ്നോവൈറ്റ് ശ്വാസം മുട്ടി ചത്ത പോലെ താഴേക്ക് വീണു. ചിരിച്ചുകൊണ്ട് ആ രാജ്ഞി കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു. സ്നോവൈറ്റിനെ കൊന്നു എന്ന സന്തോഷത്താലായിരുന്നു അത്. രാത്രി കുള്ളമ്മ തിരിച്ചെത്തിയപ്പോൾ സ്നോവൈറ്റ് വാതിലരികിൽ കിടക്കുന്നതായി കണ്ടു. അവളെ താങ്ങിയെടുത്തപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. കുള്ളമ്മ അവളുടെ കുപ്പായത്തിലെ ചെറിയ കത്തിയെ കൊണ്ട് മുറിച്ചു. അങ്ങനെ ശ്വാസം അവളുടെ ശരീരത്തിൽ കടന്നാൽ അവൾക്ക് വീണ്ടും ശ്വസിക്കാൻ കഴിഞ്ഞു. സംഭവിച്ചതൊക്കെ അവരോട് പറഞ്ഞു. കുള്ളന്മാർക്ക് മനസ്സിലായി ആ വ്യാപാര സ്ത്രീ വന്നത് ആ ദുഷ്ടയായ രാജ്ഞി തന്നെയാണെന്ന്. സ്നോവൈറ്റിനെ കൊല്ലുക എന്നത് ലക്ഷ്യമെന്നോ. വാതിക്കലിൽ വന്ന് മുട്ടുന്ന ആരാണെങ്കിലും തുറക്കരുതെന്നാൽ മതി, അവർ കെഞ്ചി പറഞ്ഞു. തുലക്കുന്നോട് സമ്മതിച്ചു. അന്ന് രാത്രി രാജ്ഞി വീണ്ടും തന്നെ മാന്ത്രിക കണ്ണാടി അരികിൽ എത്തി. സത്യം മാത്രം പറയും കണ്ണാടി, ആരാണ് ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരി? മറ്റാരേക്കാളും താങ്കളാണ് സുന്ദരി. പക്ഷേ സ്നോവൈറ്റ് അതിമനോഹരിയായ സുന്ദരിയാണ്. അത് രാജ്ഞി ദേഷ്യത്തോടെ തന്റെ പാതാള അറയിലേക്ക് പോയി. അവിടെ അവളെ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്. അവിടെ ചെന്ന് ഭംഗിയുള്ള ആപ്പിൾ ഉണ്ടാക്കി. ആ ആപ്പിളിന്റെ ഒരു ഭാഗം പച്ചയും ഒരു ഭാഗം ചുവപ്പും ഉള്ളതായിരുന്നു. പച്ച നിറത്തിലുള്ളത് കഴിക്കാൻ നല്ലതും, പക്ഷെ ചുവപ്പ് നിറത്തിലുള്ളത് കഴിച്ചാൽ അപ്പൊ തന്നെ മരിച്ചു പോകും. വീണ്ടും രാജ്ഞി ഗ്രാമത്തിലുള്ള പെൺകുട്ടിയെ വേഷം മാറി മുഷിന്റെ കുപ്പായമിട്ട് കയ്യിൽ ഒരു ആപ്പിൾ കൊട്ടയും വെച്ച് സ്നോവൈറ്റിനെ കൊല്ലാനായി പുറപ്പെട്ടു. കൂടുതൽ നല്ല ആപ്പിളുകൾക്ക് നേരെ വിഷ നിറച്ച ആപ്പിളും വെച്ചു. അങ്ങനെ കുള്ളന്മാരുടെ വീട്ടിൽ എത്തി. അപ്പോൾ സ്നോവൈറ്റ് തൊട്ടടുത്ത കിണറിൽ നിന്നും വെള്ളം കോരുകയായിരുന്നു. ആര് വരുന്നത് കേട്ട് സ്നോവൈറ്റ് ഭയന്ന് പറിച്ച് വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. എന്നിട്ട് വാതിൽ കുറ്റിയിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ ശബ്ദം അവൾ കേട്ടു. ആപ്പിൾ വേണോ? ആപ്പിൾ, നല്ല രുചിയുള്ള ആപ്പിൾ. അവൾക്ക് കൊതിയായി. വാതിലടച്ച് ജനൽ തുറന്നാൽ പ്രശ്നമില്ലെന്ന് അവൾ കരുതി. അങ്ങനെ അവൾ ജനൽ തുറന്നു എത്തി നോക്കി. ആപ്പിൾ നിന്ന് ഒന്ന് കാണിക്കാമോ? അവൾ പറഞ്ഞു. ഇതൊന്ന് കഴിച്ചു നോക്കൂ കുഞ്ഞെ, നല്ല രുചിയുള്ളതാണ്. വിഷം നിറഞ്ഞ ആപ്പിൾ കയ്യിൽ വെച്ച് രാജ്ഞി പറഞ്ഞു. സ്നോവൈറ്റ് ആ ആപ്പിൾ വാങ്ങാൻ മടിച്ചു. ഉടനെ രാജ്ഞി പറഞ്ഞു, ഇത് കഴിക്കാൻ പേടിക്കണ്ട. ഇത് രണ്ടായി മുറിച്ച് ഒന്ന് ഞാനും ഒരു പകുതി നിനക്കും എടുക്കാം. രാജ്ഞി തന്ത്രത്തിൽ പച്ച ഭാഗം എടുത്തിട്ട് ചുവപ്പ് ഭാഗം സ്നോവൈറ്റിന് കൊടുത്തു. അവൾക്ക് അത് കഴിക്കാതിരിക്കാൻ തോന്നിയില്ല. ചെറിയ കഷ്ണം മാത്രമേ അവൾ കഴിച്ചുള്ളൂ. പക്ഷേ അപ്പോഴൊക്കെ അവൾ മരിച്ചു വീണു. അന്ന് രാത്രി രാജ്ഞി വീണ്ടും തന്റെ മാന്ത്രിക കണ്ണാടിയോട് ചോദിച്ചു, സത്യം മാത്രം പറയും കണ്ണാടി, ആരാണ് ഈ ലോകത്തെ ഏറ്റവും സുന്ദരി? ഈ ലോകത്തെ ഭൂലോക സുന്ദരി താങ്കളാണ്. താങ്കളുടെ സൗന്ദര്യം മറ്റാർക്കുമില്ല. രാത്രിയിൽ വന്ന കുള്ളന്മാർ സ്നോവൈറ്റ് മരിച്ചു കിടക്കുന്നത് കണ്ടു. മറുത്തൊന്നും ചിന്തിക്കാതെ സ്നോവൈറ്റിന് വേണ്ടി ഒരു സ്ഫടികപ്പെട്ടിക ഉണ്ടാക്കി പൂക്കൾക്ക് മധ്യ വെച്ചു. രാത്രി പകലും അവളെ കൊണ്ടുകൊണ്ടിരിക്കാനായി.
അങ്ങനെയൊരിക്കൽ ഒരു ദിവസം സുന്ദരനായ രാജകുമാരൻ കുതിരപ്പുറത്ത് അതുവഴി വെച്ചു. സ്ഫടികപ്പെട്ടി കണ്ട് രാജകുമാരൻ കുതിരപ്പുറത്ത് ഇറങ്ങി നടന്നു. സുന്ദരിയായ പെൺകുട്ടി ആരാണെന്നറിയാൻ അവളൊരു ഗാഠനിദ്രയിലാണെന്ന പോലെ അവൻ തോന്നി. അവളുടെ ശരീരമാകട്ടെ മഞ്ഞു പോലെ വെളുത്തിരുന്നു. ചുണ്ടുകൾ രക്തം പോലെ ചുവപ്പും, മുടികൾ കറുത്ത മരങ്ങളെ പോലെ ആയിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ അവൻ മയങ്ങി. അവൻ കെഞ്ചി ചോദിച്ചു, ദയവായി ഈ ശവപ്പെട്ടി എനിക്ക് തരൂ, ഞാൻ കൊണ്ടുപോകാം. ഞാൻ ഇഷ്ടം പോലെ ധനം നൽകാം, മലയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നൽകാം. അല്ല അല്ല, ഈ ലോകത്തിലെ സ്വർണമല്ല, അവളാണ് ഞങ്ങളുടെ ആവശ്യം. അവസാനം ആ കുള്ളമ്മ തങ്ങളുടെ സ്നോവൈറ്റിനോടുള്ള ആ രാജകുമാരന്റെ അതിയാ സ്നേഹം കണ്ട് അവനിൽ വിശ്വസിച്ച് ആ സ്ഫടികപ്പെട്ടി അവൻ നൽകി. രാജകുമാരൻ തന്റെ ഭടന്മാരോട് ആ സ്ഫടികപ്പെട്ടി ഭദ്രമായി എടുത്തുകൊണ്ട് കൊട്ടാരത്തിൽ പോകാൻ പറഞ്ഞു. ഭടന്മാർ അതും എടുത്തു പോകുമ്പോൾ അവരിൽ ഒരാളുടെ കാൽ മരത്തിൽ തട്ടി. സ്ഫടികപ്പെട്ടിക അങ്ങനെ താഴെ വീണു. അപ്പോൾ സ്നോവൈറ്റിന്റെ വായിൽ ഇരുന്ന ആപ്പിൾ കഷ്ണം തെറിച്ചുപോയി. പെട്ടെന്നവൻ ആശ്ചര്യത്തോടെ എണീറ്റു. എല്ലാവരെയും നോക്കി. രാജകുമാരൻ നടന്നതൊക്കെ അവളോട് പറഞ്ഞു. തന്റെ ഭാര്യ അവിടമെന്ന് ആവശ്യപ്പെട്ടു. സ്നോവൈറ്റിനും രാജകുമാരനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അതുകൊണ്ട് അവർ അതിൽ സമ്മതിച്ചു. കൊട്ടാരത്തിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു.